ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവേശുവിൻ്റെ ന്യായപ്രമാണത്തെ നിവർത്തിപ്പിൻ. അപ്പോൾ ഭാരങ്ങൾ ചുമക്കുന്ന ഒരു കാര്യം അത് ന്യായപ്രമാണത്തിൽ പറഞ്ഞ കാര്യമാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. നാൾത്തോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സ്വന്തം രക്ഷിതാവായ യേശു കൂടെയുണ്ട്. ആകാശം ഭൂമി ഉണ്ടാക്കിയും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്ന യേശു നമ്മുടെ കൂടെയുണ്ട്. അവൻ നാൾത്തോറും നമ്മുടെ ഭാരങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുന്നു. ഈ 2024 വർഷം ജൂൺ മാസം 30-ാം തീയതി ഈ നിമിഷം വരെയും നമ്മൾ ഓരോരുത്തരെയും ഭാരങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ ഭാരം, സഭയുടെ ഭാരം എല്ലാം കർത്താവ് വഹിച്ചുകൊണ്ടിരിക്കുക. കാരണം അവൻ കഴിവുള്ളവനാകുന്നു, ശക്തിയുള്ളവനാകുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ആ കർത്താവ് പറയും, ഞാൻ നിങ്ങളുടെ ഭാരം ചുമപ്പാം. നിന്റെ ഭാരമെല്ലാം, സംഗീതകാരൻ പറയുകയാണ്, ഇന്നത്തെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഭാരങ്ങൾ, ലൗകികമായ ഭാരങ്ങൾ, മക്കളുടെ വിഷയമായിക്കോട്ടെ, മക്കളുടെ വിദ്യാഭ്യാസമായിക്കോട്ടെ, വിവാഹ വിഷയമായിക്കോട്ടെ, സഭയുടെ വിഷയമായിക്കോട്ടെ, ഹല്ലേലൂയ, അത് പണിയുന്ന കാര്യമായിക്കോട്ടെ, അത് യാത്രയുടെ കാര്യമായിക്കോട്ടെ, സാമ്പത്തിക വിഷയമായിക്കോട്ടെ, വാടക കൊടുക്കുന്ന വിഷയമായിട്ട്, എന്ത് തന്നെ ആയാലും നിസ്സാര വിഷയങ്ങൾ അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ. എന്നിട്ട് എന്ത് ചെയ്യണം? ആത്മഭാരം ഏറ്റെടുക്കുവാൻ. ദേശങ്ങളെക്കുറിച്ച്, ആത്മാക്കളെക്കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. അട്ടപ്പാടിയിൽ എനിക്കറിയാം അനേക ദേവദാസന്മാർ വന്ന് പ്രവർത്തിക്കുന്നുണ്ട്, അനേകരുടെ സഹായഹസ്തങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല കാര്യം, സ്തോത്രം. പക്ഷെ അത് നിമിത്തം എന്ത് സംഭവിച്ചു? ഞാൻ മനസ്സിലാക്കിയ കാര്യം, അവിടെയുള്ള ആൾക്കാർക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചോ ലഭിക്കുന്ന പണത്തിന് ഒരു മീച്ചവുമില്ല. മീച്ചം എൻ്റെ ഭാഷ മീച്ചം, അവർക്കൊരു എന്താ ഒരു അതിനെക്കുറിച്ച് ഒരു നന്ദിയില്ല. സ്തോത്രം. ഒത്തിരി സഹായങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സുവിശേഷ പ്രവർത്തനങ്ങൾ സഭകൾ ചെയ്യുന്നുണ്ട്. പലരും അത് ഈ നാളുകളൊക്കെ മിഷൻ പ്രവർത്തനമായിട്ട് ഒത്തിരി സഭകൾ അത് ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ UK മിഷൻ പ്രവർത്തനമായിട്ട് വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എന്താണ്, അവിടെ ആൾക്കാർക്ക് പറ്റിയ കാര്യം ഈ സഹായങ്ങൾ ലഭിച്ച് അതേ സ്വത്ത് അവർക്ക് ആരോടും നന്ദിയില്ല. സർക്കാരിനോടായിക്കോട്ടെ, അത് മറ്റുള്ളവരായിക്കോട്ടെ, ആര് കൊടുത്താലും. പള്ളിക്കാരുടെ സഹായം ചെയ്യുന്നുണ്ട്, പുറമേ പെന്തക്കോസ്തുകാർ ചെയ്യുന്നുണ്ട്. ആരോടും നന്ദിയില്ലാത്ത ഒരു അനുഭവം. അത് അവരിൽ മാത്രമല്ല, ലോകമെമ്പാടും എല്ലാ മനുഷ്യനും ഒരു സംഭവമാണ് നന്ദിയില്ലാത്ത അനുഭവം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കർത്താവ് നമുക്ക് തന്ന ഒരു കാര്യമാണ് ഭാരങ്ങൾ ചുമക്കുവാൻ. അവിടെയുള്ള ദേശനിവാസികളുടെ ഭാരം മനസ്സിലാക്കി അവർ, പക്ഷെ അവരുടെ ഏറ്റവും വലിയ ഭാരമാണ് ആത്മീയ വിഷയം. ആത്മാവിൽ യേശുവിനെ അവർ സ്വീകരിപ്പാൻ കൊടുക്കുന്ന സഹായത്തിനനുസരിച്ച് അത് അവർ കർത്താവിനെ സ്നേഹിക്കണം. സ്തോത്രം. എന്ന് പറയുന്ന നിർബന്ധമുള്ള കഴുത്തിന് പിടിച്ച് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അല്ലാതെ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം അത് ചെയ്യുന്ന സഹായങ്ങൾ അത് വെള്ളത്തിൽ ഒഴുകി പോകുന്ന അനുഭവം ആകാതെ, അല്ലെങ്കിൽ യേശുവിൻ്റെ സന്നിധി കർത്താവ് ഞാൻ ഇന്നെന്ന കാര്യം ചെയ്തു നമുക്ക് ലിസ്റ്റ് പറയാം. പക്ഷെ കർത്താവ് ചോദിച്ചു, ഞാനത് അറിഞ്ഞില്ലല്ലോ, നീ എന്നോട് ചോദിച്ചില്ലല്ലോ, നിങ്ങൾ എന്നോട് ചോദിച്ചില്ലല്ലോ, ചോദിക്കാതെ നിങ്ങൾ ചെയ്തു. ശരിയാ. അതേസമയത്ത് പാവപ്പെട്ടവനെ സഹായിക്കണം, അതേസമയം അല്ലെങ്കിൽ ദരിദ്രന്മാരെ സഹായിക്കണം എന്നൊക്കെ ആവശ്യകതയിലുള്ള ആൾക്കാരെ സഹായിക്കണം. പക്ഷേ ആ വിഷയം ചെയ്യുന്നത് അത് കർത്താവിനോട് ചോദിച്ച് സമ്മതം മേടിച്ചിട്ട് വേണം. എങ്ങനെ ആയിത്തീരണമെന്നും മാത്രമല്ല, കൊടുക്കുന്നത് അത് 100 രൂപയായാലും കർത്താവെ അത് ആ കുടുംബത്തിൻ്റെ, ആ ദേശത്തിന് വിടുന്നതിന് കാരണമായി തീരണം എന്നും കൂടി വലിയൊരു ആത്മഭാരത്വം, കരുച്ചും നമുക്ക് ആവശ്യമാണ്. ഉപവാസം പോലും ചിലപ്പോൾ വേണ്ടി വരും. കാരണം അത് അവർക്ക് ഗുണമായി തീരണമെങ്കിൽ. സ്തോത്രം. അനേക ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സഹായിക്കുമ്പോൾ അത് ഹല്ലേലൂയാസ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ മാത്രമല്ല, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആ 100 രൂപ, അത് 1000 രൂപ, അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണം അവർക്ക് അനുഗ്രഹമായി തീരണം എന്ന് ദൈവസന്നിധിയിൽ അത് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് വേണം ചെയ്യുവാൻ. അപ്പം നിങ്ങൾ തമ്മിൽ ഭാരങ്ങൾ ചുമക്കും. ആരും സഭയിലായിരിക്കുന്ന സഹോദരന്മാർ തമ്മിൽ, സെൻട്രലിലായിരിക്കുന്ന പാസ്റ്റർമാർ തമ്മിൽ, എല്ലാവരും തമ്മിൽ ഭാരങ്ങൾ ചുമക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. എന്ന് നാം ഒരു ഭാരമായി തീരുകയാണ്, മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തീരുകയാണ്. ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ ആ വിഷയത്തെ പിന്നെ അത് ചൊല്ലി സ്വോത്രം അത് എന്ത് കാരണത്തോടെ സംഭവിച്ചത്. ഒരു ഉദാഹരണത്തിന്, ഇന്നലെ തന്നെ ഞങ്ങൾ പോയ ഒരു മീറ്റിംഗിൽ ഒരു ക്യാൻസർ രോഗിയായ പാസ്റ്ററിന് വീടില്ല, ക്യാൻസർ രോഗമാണ്, വീടില്ല, 2 മക്കള്. സ്തോത്രം. പാസ്റ്റർ ക്യാൻസർ ആയതുകൊണ്ട് രോഗം ക്ഷീണിച്ചിരിക്കുന്ന മനുഷ്യനായ, ശരീരമായ ക്ഷീണമുള്ളതുകൊണ്ട് ശുശ്രൂഷയ്ക്ക് സഭയില്ല, ശുശ്രൂഷയ്ക്ക് പോകാനും പറ്റുന്നില്ല. എങ്ങനെ ജീവിക്കും? സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ പലരും എല്ലാവരും ചെയ്യുന്ന എന്തിന് ക്യാൻസർ വന്നു, എങ്ങനെ വന്നു, എന്താ കുഴപ്പം, ഇതൊക്കെയാണ്. ഇതിനെക്കുറിച്ചുള്ള വെളിപ്പാടും ദർശനമാണ് മനുഷ്യൻ ആദ്യം നമ്മുടെ ദൈവമക്കളും ദേവദാസന്മാരൊക്കെ പ്രാപിക്കാൻ താല്പര്യപ്പെടുന്നത്. അല്ലാതെ ശുശ്രൂഷ പ്രാർത്ഥിച്ച് സ്വന്തം ദൈവാത്മാവ് ആലോചന തരുകയാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ അത് ഉപരിയായ അവരെ വേദന, പൗലോസ് എബ്രായർ എന്ന് പറയുന്ന പോലെ 13:3 പറയുന്നത്, നിങ്ങൾ തടവുകാർ എന്ന പോലെ നിങ്ങളും തടവുകാരെ ഓർത്തുകൊള്ളുവിൻ. ശരീരത്തിൽ നിങ്ങൾ ഇരിക്കുന്നവരാകിയാൽ ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ. നിസ്സാര കാര്യമല്ല. സ്തോത്രം. ക്യാൻസർ രോഗി, എനിക്ക് ക്യാൻസർ ഇല്ല, പക്ഷെ ഞാൻ ക്യാൻസർ രോഗി അനുഭവിക്കുന്ന വേദന അതുപോലെ അനുഭവിച്ച് ആത്മാവിൽ ആ വേദനയോടെ അത് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് കർത്താവ് നമുക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. അത് എളുപ്പകാര്യമേ ഇല്ല. സ്തോത്രം.
എന്നാൽ പ്രൈസ് ലോർഡ്. അപ്പോൾ ഈ ഭാരങ്ങൾ പലവിധമായ ഭാരങ്ങൾ, പലരും ഭാരങ്ങൾ ചുമന്നതായിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുണ്ട്. അപ്പോൾ നാളത്തോളം നമ്മൾ ഭാരങ്ങൾ ചുമക്കുന്ന കർത്താവ് ഉള്ളതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ ഭാരം ചുമക്കാം. സ്തോത്രം. അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗിയായ വിശ്വാസിയോ പാസ്റ്ററിന് മാത്രമേ അല്ലെങ്കിൽ ലോകത്തിലെ ഏത് ക്യാൻസർ രോഗിക്ക് വേണ്ടിയും അത് ധൈര്യത്തോടെ പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ എന്ന് കഴിഞ്ഞ ഏകദേശം 10 വർഷമായി ഞാൻ ഘോഷിക്കുന്ന കാര്യമാണ്. ഇന്നും പോയ സഭയിൽ പറഞ്ഞു, ഒരു ക്യാൻസർ രോഗിയായ ഒരു വിശ്വാസിക്കോ പാസ്റ്ററിന് മാത്രമേ ഈ ലോകത്തിൽ വേറൊരു ക്യാൻസർ രോഗിക്ക് ധൈര്യത്തോടെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുള്ളൂ. അത് നിമിത്തമാണ് അനേക ജാതികൾ നമ്മോട് വന്ന് പറയുന്നത്, എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നാം ഭാരം ചുമക്കുന്നവരാകുന്നു, നമുക്കേ ഭാരം ചുമക്കാൻ സാധിക്കുള്ളൂ. സ്തോത്രം. കാരണം അതിൻ്റെ ആത്മശക്തി അല്ലെങ്കിൽ അത് ശക്തി ലഭിക്കുന്നത് പ്രൈസ് ലോർഡ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ മാനുഷിക ശക്തി കൊണ്ട് സാധിക്കില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാശക്തിയാൽ അത് നിറയപ്പെടുന്ന ഒരു മനുഷ്യനെ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് വീണ്ടും ചേർത്ത് പറയുന്നു, വേണ്ടുവണ്ണം പ്രാർത്ഥിപ്പാൻ എന്നതെന്ന് നമുക്ക് അറിവില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നു. അപ്പോൾ മാനുഷ്യമായ ഒത്തിരി വാക്കുകൾ പറയാനല്ല, പ്രാർത്ഥന ഉപരിയായി അതും ഒരു സൈഡിൽ കൂടി വേണം. മറുവശം അതേ ആത്മഭാരത്തോടെ, അതേ ആത്മാവിൻ്റെ നിയന്ത്രണത്തോടെ, ഹല്ലേലൂയ, അന്യ ഭാഷകളിൽ, കാരണം അത് രഹസ്യങ്ങൾ സംസാരിക്കുന്നു. പിതാവായ ദൈവത്തോട് അവൻ രഹസ്യങ്ങളെ സംസാരിക്കുന്ന ഒരു അനുഭവമാണ്. അതിൽ ചിലപ്പോൾ പോരാടുന്നതിൻ്റെ അനുഭവം ഉണ്ടാകും. അതേ വേദന ചിലപ്പോൾ കരച്ചിൽ വരും. പ്രൈസ് ലോർഡ്. കരച്ചിൽ ചില വിഷയങ്ങൾക്ക് വരണം. സ്തോത്രം. കാരണം യേശു അതിനുവേണ്ടി നമുക്ക് മാതൃക കാണിച്ചു തന്നു. ഹല്ലേലൂയ. നമ്മൾ കാണുന്ന അതേ ഭാരത്തിൽ, അതേ അതേ ഹല്ലേലൂയ, അതേ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ ഒരു ഭാരമാണ് മോശയുടെ കൈകൾ അത് ഭാരമായി തോന്നി. മോശ അത് തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവർ യുദ്ധത്തിൽ ജയിക്കണമെന്ന് പറഞ്ഞ് തൻ്റെ 2 കൈകളിൽ യഹോവയായ ദൈവത്തോട് ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇടിവ് നിൽക്കുകയാണ്. പക്ഷേ തൻ്റെ കൈകൾ ഉയർത്തി കുറേ നേരം കഴിയുമ്പോൾ ഭാരമായി തോന്നി. ആ ഭാരത്തെ കുറയ്ക്കാൻ വേണ്ടി അതേ സ്തോത്രം ഹൂരും ആരോണും കൂടി ഒരു കല്ല് വെച്ചു അവർ തൻ്റെ കൈകൾ താങ്ങി. സ്തോത്രം. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ അപ്പോൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട് ഒരു വശം. മറുവശത്തിൽ അവർ സഭയായി 2-3 പേർ പ്രാർത്ഥിക്കുന്ന വിഷയം, സഭയായി പ്രാർത്ഥിക്കുന്ന വിഷയം, ഇടിവ് നിൽക്കുന്ന വിഷയം. ഹല്ലേലൂയ. മോശയെക്കുറിച്ച് അത് പറയാതെ ഭാരം താൻ ചുമന്നു. അത് തൻ്റെ ഭാരമല്ല. പ്രൈസ്. പിന്നെ തൻ്റെ ജനത്തിൻ്റെ 40 ലക്ഷത്തോളം വരുന്ന ജനം, അല്ലെങ്കിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 40 ലക്ഷത്തിലെ ജനത്തിൽ എല്ലാവരും പോയി 6 ലക്ഷമോ അല്ലെങ്കിൽ 10 ലക്ഷം ജനം പോയുള്ളൂ. അവന് യോദ്ധാക്കളാണ് അതിന് യുദ്ധത്തിൽ പോയത്. അപ്പം അവർക്ക് വേണ്ടി താൻ ഇടിവിൽ നിൽക്കുകയാണ്. സ്തോത്രം. തൻ്റെ ഭാഗം, തൻ്റെ സഭ ജയിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് ആത്മീയ പോരാട്ടം, വിവിധ വിഷയങ്ങൾ നമ്മുടെ സഭകളിൽ വന്നിരിക്കുകയാണ്. സ്തോത്രം. അതെല്ലാം പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതോർത്ത് സ്തോത്രം ചെയ്ത് അട്ടപ്പാടിയിൽ അത് ആയിക്കോട്ടെ, ആ ദേശത്തിന് വേണ്ടി, അവിടെയുള്ള സഭകൾക്ക് വേണ്ടി, കേരളത്തിലുള്ള സഭകൾക്ക് വേണ്ടി, ഇന്ത്യയിലുള്ള സഭകൾക്ക് വേണ്ടി. അതേസമയം ഇന്നും ഹല്ലേലൂയ ജയിലിൽ അടയ്ക്കപ്പെട്ടവർ തടവിൽ കൊണ്ടുപോയി, ആരാ പിടിച്ചുകൊണ്ടുപോയി അറിയില്ല, എവിടെയൊക്കെ കൊണ്ടുപോയെന്ന് അറിയില്ല, ആരൊക്കെ കൊണ്ടുപോയെന്ന് പോലും അറിയാത്ത അനുഭവമാണ് ഈ ഇന്ത്യയിലുള്ളത്. സ്തോത്രം. നമുക്ക് ഇത്രത്തോളം സ്വസ്ഥയും കർത്താവ് നൽകിയല്ലോ. ആ പിടിക്കപ്പെട്ട പാസ്റ്റർമാരും ദൈവമക്കളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയും കൂടിയാണ് നമുക്ക് ഇത്രത്തോളം അനുഗ്രഹത്തോടെ സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ആരാധിക്കാൻ സാധിക്കുന്നത്. അവർ ജയിലിലുള്ളപ്പോൾ വേറെ എന്താ വിഷയം അവർക്കുള്ളത്? അവർ പ്രാർത്ഥിക്കുന്നത് പുറത്തുള്ളവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പുറത്തുള്ളവരെ കർത്താവെ അങ്ങ് കാക്കണം എന്നാണ് അവരുടെ പ്രാർത്ഥന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അല്ല, വീണ്ടും നമ്മൾ വരുമ്പോൾ കാണാൻ സാധിക്കുന്ന സ്തോത്രം അബ്രഹാം. ഹല്ലേലൂയ. അബ്രഹാം തനിക്കൊരു ഭാരമുണ്ട്. ഏത്? ലോകത്തിന് വേണ്ടി. പ്രൈസ് ലോർഡ്. ലോകത്തിനെ കുറിച്ച് പറയുന്നത്, ലോകത്ത് തലപൊക്കി നോക്കിയപ്പോൾ അത് നീരോട്ടമുള്ള സ്ഥലം കൊണ്ടു. അതിന് തൊട്ട് താഴെ പറയുന്ന വാക്യം, അതേ അന്ന് വരെ സോദോം ഗോമോരയും ദൈവം നശിപ്പിച്ചില്ല. ആ സമയം വരെയും സോദോം ഗോമോര ആ പട്ടണങ്ങൾ യഹോവയുടെ തോട്ടം പോലെ ആയിരുന്നു. യഹോവയുടെ തോട്ടം അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. വെറുതെ ഒരു സ്ഥലമല്ല, നീരോട്ടമുള്ള സ്ഥലം മാത്രമല്ല, യഹോവയുടെ തോട്ടം കണ്ടാൽ യഹോവയുടെ തോട്ടം പോലെ ഒരു സ്ഥലമായിരുന്നു. താൻ നല്ല ദേശം കണ്ടുപിടിച്ചു. പ്രൈസ് ലോർഡ്. പോയിക്കട്ടെ. എന്നാൽ ദൈവം പിടിച്ചിറക്കിയപ്പോൾ വരണമായിരുന്നു, അത് പറ്റിയില്ല. സ്തോത്രം. ലോകത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, അതിൻ്റെ ഇഷ്ടങ്ങൾ, അതിൻ്റെ ഭാവങ്ങൾ, അതിൻ്റെ സംസാരങ്ങളൊക്കെ നമ്മളെ ആകർഷിക്കും, കണ്ടാകർഷിക്കും, കേട്ടാകർഷിക്കും, അല്ലാതെ നമ്മളെ വരയ്ക്കും. സ്തോത്രം. വളഞ്ഞു പോയ നീതിമാനായ ലോത്ത് മാത്രം നമ്മളെ ആകർഷിക്കും. സ്തോത്രം. അല്ലെ, എന്നാൽ ദൈവം കൈപിടിച്ച് നീ ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ, മതിയാക്കെന്ന് പറയുമ്പോൾ മതിയാക്കുവാനുള്ള മനസ്സും കൂടി നമുക്ക് വേണം. സ്തോത്രം. അപ്പോൾ ലോത്തിനെ കുറിച്ചൊരു ഭാരം, തൻ്റെ സഹോദരൻ്റെ മകനാണല്ലോ, അല്ലെ, അവൻ നശിച്ചുപോയ കർത്താവെ യഹോവ അവന് വേണ്ടി ഇടിവിൽ നിന്നും ആ ദേശത്തിന് വേണ്ടി അബ്രഹാം ഇടുന്ന ഒരു ഭാരം, ആത്മഭാരം ആ കുടുംബത്തിന് വേണ്ടി ഉണ്ടായി. സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്. നാം എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഭകളായിട്ട്, കുടുംബമായിട്ട്, വ്യക്തികളായിട്ടൊക്കെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവ് പറയുന്നത്, അത് ഓർപ്പിക്കുന്ന ഇത് പോരാ, ഒന്നും കൂടെ കൂടുതലായി. സ്തോത്രം. 1 മണിക്കൂറാണെങ്കിൽ 1.5 മണിക്കൂർ ആക്കുവാൻ, 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവർ 2.5 മണിക്കൂർ ആക്കുവാൻ വേണ്ടി കർത്താവ് അതേ സ്വന്തം ആഗ്രഹിക്കുന്നു. ഇന്ന് സന്ധ്യാസമയം ആഗ്രഹിക്കുന്നു. സ്തോത്രം. നാളെ മുതൽ ആരംഭിക്കുന്ന ജൂലൈ മാസം മുതൽ അതേ കൂടുതലായ ദൈവസ്ഥലം ഒന്ന് കറിയുവാൻ, കൂടുതലായ ദൈവസ്ഥലം ഉപസിപ്പാൻ, ആരോഗ്യം അനുസരിച്ച്, വലിയ വലിയ ഉപവാസമല്ല, ആരോഗ്യം അനുസരിച്ച്. ഇല്ലെങ്കിൽ ഉപവാസം ഇല്ലാതെ തന്നെ പ്രാർത്ഥനയിൽ ജാഗരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയിൽ പോരാടുവാൻ, ആത്മാക്കൾക്ക് വേണ്ടി, സഭകൾക്ക് വേണ്ടി പോരാടും. എന്ത് പ്രയോജനം കിട്ടും? പണം കിട്ടൂലായിരിക്കും. സ്തോത്രം. കാരണം പ്രസംഗിച്ചാലല്ലേ പണം കിട്ടുള്ളൂ. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് അവിടെ പണം കിട്ടുന്നത്. പക്ഷെ ദൈവം വഴിയൊരുക്കും. സ്തോത്രം. നാം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നല്ല അനുഭവസ്ഥ ആണല്ലോ. സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുത വഴികളെ, ജീവിതങ്ങളെ ദൈവത്തിന് ആത്മാവ് അത് ഉണർത്തും. നമ്മളറിയാത്ത ജീവിതങ്ങളെ, അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാവുന്നവരായിരിക്കും, അവരെ ദൈവത്തിന് ആത്മാവ് ഉണർത്തും. പക്ഷെ പ്രാർത്ഥന മുടങ്ങിപ്പോകാതെ നമ്മുടെ ഈ ബ്ലസ് കൂട്ടായ്മ, ഞായറാഴ്ച പ്രത്യേകമായ കൂട്ടായ്മ, അതേ ഇനിയും നമ്മൾ ഉള്ളവർ തന്നെ ഒന്ന് ഞാൻ നോക്കി. കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ചത് ഗ്രൂപ്പിൻ്റെ ഏകദേശം 10-30ഓളം ദൈവദാസ ദൈവമക്കളുണ്ട്. പക്ഷെ എല്ലാവരും ഒന്നും ഇതിനകത്ത് കാണാറില്ല. വരണം. സ്തോത്രം. അല്ലെങ്കിൽ ഈ നാളുകളായി ഷടിച്ച് തന്നെ അവർ വരണം. സ്തോത്രം. അന്യോന്യം, എനിക്ക് നമ്പറും കാര്യങ്ങളൊക്കെ ഇല്ല, പക്ഷെ അന്യോന്യം നിങ്ങൾക്ക് നമ്പർ ഉള്ളവർ അന്യോന്യം അത് പറഞ്ഞ് അതേ കൂട്ടായ്മ മുടക്കാതെ വരണം. 1 മണിക്കൂറേ ഉള്ളൂ. അതേ ബൈബിൾ ക്ലാസ് 1 മണിക്കൂർ ഉള്ളൂ. സ്തോത്രം. അത് ഹല്ലേലൂയ അനുഗ്രഹത്തിൻ്റെ വചനങ്ങളൊന്നുമല്ല, പക്ഷെ ദൈവത്തിന് യാഥാർത്ഥ്യ വചനങ്ങൾ, അതേ കർത്താവിൻ്റെ പ്രമാണം. പ്രമാണം ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രമാണം അനുസരിക്കുന്ന മനുഷ്യനെയാണ് ദൈവത്തിന് അതേ പ്രസാദമുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും നമ്മളിവിടെ ദാവീദിൻ്റെ അതേ സമയത്ത് വായിക്കുന്ന ഒരു കാര്യമാണ് 1 ശമൂവേൽ പുസ്തകം 22-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ പലപ്പോഴും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ദാവീദിന്റെ 1 ശമൂവേൽ പുസ്തകം 22-ാം അധ്യായത്തിന് 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല ഗുഹയിലേക്ക് ഓടിപ്പോയി. ദാവീദ് ഓടിപ്പോയ ഒരു സമയം. പക്ഷെ എന്ത് സംഭവിക്കുന്നു? അവൻ്റെ പിതൃഭവനമൊക്കെയും അത് കേട്ടിട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. സ്തോത്രം. അതിൽ ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടി ഇല്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി. ദാവീദോ ഓടിപ്പോയ അവസ്ഥ, ദാവീദോ കഷ്ടത്തിലായിരിക്കുന്ന അവസ്ഥ, ദാവീദോ രോഗത്തിലായിരിക്കുന്ന അവസ്ഥ, ദാവീദോ അല്ലെങ്കിൽ പണമില്ലാത്ത ആയിരിക്കുന്ന അവസ്ഥ, രാജ്യം പോലുമില്ല, അതേ സിംഹാസനം പോലുമില്ല, ഓടിപ്പോയി. പക്ഷെ ആ ഓടിപ്പോയ മനുഷ്യൻ്റെ അടുക്കൽ വരുന്നത് അതേ ഞെരുക്കമുള്ളവർ, അതേ കടമുള്ളവർ, സന്തുഷ്ടി ഇല്ലാത്തവർ, പ്രൈസ് ഞെരുക്കക്കാർ. അവരുടെ എണ്ണം എത്രയായിരുന്നു? 400ഓളം എണ്ണം. പ്രൈസ് ലോർഡ്. അതല്ലേ വലിയൊരു സഭയായില്ലേ? സ്തോത്രം. അപ്പം അവരെ ഭാരങ്ങൾ തനിക്കോ ഭാരമുണ്ട്, പക്ഷെ തന്നിൽ വ്യാപരിച്ച താൻ ഗോലിയാത്തിനെ കൊന്നൊക്കെ അത് ഒരു ശക്തിയുടെ ഒരു ഭാഗമാണ്. പക്ഷെ ഇവിടെ അതിലും വലിയ ആത്മശക്തിയിലാണ് താൻ ഇത് വഹിക്കുന്നത്. തൻ്റെ ഭാരം ചുമക്കുന്നു. കൂടാതെ തനിക്ക് ഒരു കാര്യം അറിയാം, എന്താ? യേശു എൻ്റെ ഭാരങ്ങൾ ചുമക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ, മറ്റുള്ളവർ ഭാരമുള്ളവർ വന്നാലും അവരെ ഒന്ന് സാന്ത്വനപ്പെടുത്തുവാൻ, അവരൊന്ന് ആശ്വസിപ്പിക്കുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്, ബലമുണ്ട്, എൻ്റെ പക്കൽ വചനമുണ്ട്. സ്വതം യഹോവ ശാലോം, സമാധാനദായകൻ. അതെ, അവരോട് ആ ഒരു വാക്യം പറയുവാൻ. അതായത് നമ്മൾ ഓർക്കണം, പ്രൈസ് ദി ലോർഡ്. രാജാവായ മനുഷ്യൻ ഓടിപ്പോയ മനുഷ്യൻ്റെ അടുക്കൽ വന്നത് പാവപ്പെട്ടവരാ, നിർധരായ ജീവിതങ്ങളാണ്, ഒന്നുമില്ലാത്തവരാ. പക്ഷെ അവരെല്ലാം താൻ സാന്ത്വനപ്പെടുത്തിയ ഒരു സഭ. പ്രൈസ് 400 പേർ. ഞാൻ വിചാരിക്കും, കർത്താവ് അങ്ങനെയൊക്കെ ഒരു അവസ്ഥ തന്നാൽ അത്രയും 400 പേര് വേണ്ട. പ്രൈസിലോ. പക്ഷെ കണക്ക് അവിടെ വചനം കണക്ക് പറയും. നമ്മളൊന്ന് ധൈര്യപ്പെടുത്തുവാൻ, പാസ്റ്റർമാരെ നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ. നിങ്ങളുടെ സഭ, എനിക്ക് സഭ ചാർജ് ഇല്ല, സഭയില്ല. സ്വന്തം നിങ്ങൾക്ക് നിങ്ങളുടെ സഭയിൽ 1-2 കുടുംബങ്ങളായിരിക്കും, ചെറിയ കൂട്ടമായിരിക്കും. പക്ഷെ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. അതേസമയം നിങ്ങൾക്ക് വേണ്ടി ചില വഴികൾ, ചില അത്ഭുത പ്രവൃത്തികൾ കർത്താവ് ഈ നാളുകൾ വ്യക്തമായി ജൂലൈ മാസം കൊണ്ട് ചെയ്യാൻ ആരംഭിക്കാൻ പോകുന്നു. പക്ഷെ അതിനു മുമ്പ് നാം ദൈവസന്നിധിയിൽ കൂടുതലായി പ്രാർത്ഥിക്കണം. നാം ദൈവസന്നിധിയിൽ കൂടുതലായി ഇടിവിൽ നിൽക്കണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ ചില ജീവിതങ്ങളെ കർത്താവ് കൊണ്ട്, ചില ആത്മാക്കളെ, ചില കുടുംബങ്ങളെ, അത് ആ ദേശം അത് അട്ടപ്പാടി വിടുവിക്കപ്പെടണം. സ്തോത്രം. പൈശാചികമായ അനുഭവത്തിന് വിടുവിക്കപ്പെടണം. ഹല്ലേലൂയ. സ്തോത്രം. അവരെ വെറുക്കൂത്തുന്ന ദൈവം അവരെ വിടുവിക്കണം. അതിനുവേണ്ടി നാം ഇടിവിൽ നിന്നാൽ, സ്തോത്രം, അതിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗം നിങ്ങളെ പിടിക്കത്തില്ല. ധൈര്യമായി പ്രാർത്ഥിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അപ്പോൾ ഒരു സൗഖ്യം കൊടുത്തില്ലെങ്കിൽ ദൈവപ്രവൃത്തി ഉണ്ടാകും നിശ്ചയം തന്നെ. അപ്പോൾ വീണ്ടും 1 ശമൂവേൽ പുസ്തകത്തിൽ ദാവീദ് ഹല്ലേലൂയ സ്വന്തം രാജാവായിരുന്ന അത് യുദ്ധങ്ങൾ ചെയ്യുകയാണ്. തൻ്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന മനുഷ്യൻ. 30-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അവർ കെയില വിട്ട്, സ്തോത്രം, യോദ്ധാക്കളെല്ലാം യുദ്ധത്തിന് പോവാണ്. യുദ്ധത്തിന് പോകുമ്പോൾ ആ തക്കം നോക്കി ശത്രു, വേറെ അമാലേയർ ശത്രു അതേ വേറെ വശത്ത് നിന്ന് വന്നിട്ട്, പ്രൈസ് ദി ലോർഡ്, ഇവരാരും ആണുങ്ങളില്ല, യോദ്ധാക്കൾ ആരുമില്ല. അത് കണ്ട് മനസ്സിലാക്കി അത് ശത്രു അതാണല്ലോ ചെയ്യുന്നത്, ക്ഷീണിച്ചിരിക്കുന്നവരെ. നാം ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് പിശാചിന്റെ പ്രവൃത്തി ശക്തിയോടെ വരുന്നത്.
അത് വലിയ ശക്തിയൊന്നുമല്ല, അങ്ങനെ അത് സംശയം കൊണ്ടുവരും. ഇത് കഴിക്കാമോ, നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും എന്നൊക്കെ സംശയങ്ങളിടുന്ന വാക്കുകൾ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്തിനായാലും ഈ എത്രയും കഷ്ടം അനുഭവിക്കുന്നത്? സർവശക്തനായ ദൈവം യേശുക്രിസ്തു സൗഖ്യദായകനാണെങ്കിൽ നിങ്ങൾക്ക് രോഗം എന്താണ്, നിങ്ങൾക്ക് കഷ്ടം എന്താണ്? ഒറ്റ ഒരു സ്തോത്രം. ഒത്തിരി വാക്യങ്ങളുണ്ട്, ഒരു വാക്യം മാത്രം ഓർപ്പിക്കാം. 115 സങ്കീർത്തനം 2-3 വാക്യങ്ങൾ. എൻ്റെ ദൈവമോ, ഞങ്ങളുടെ ദൈവമോ, അവൻ സ്വർഗത്തിലിരിക്കുന്നു, ഹല്ലേലൂയ, അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. ആ ഇഷ്ടത്തിൽ എന്തുണ്ട്? ഈ രോഗമുണ്ട്. പ്രൈസ്. ആ ഇഷ്ടത്തിൽ ഈ ആക്സിഡൻ്റ് ഉണ്ട്. ആ രോഗത്തിൽ അതേ സാമ്പത്തികമായ ഞെരുക്കമുണ്ട്. എന്തിനു വേണ്ടിയാണ്? അവൻ അനുഭവിച്ച കഷ്ടങ്ങളിൽ ഒരു പങ്കാളിയായി തീരുവാൻ. സ്തോത്രം. സഹിക്കുന്നുവെങ്കിൽ അവനോട് കൂടെ വാഴുമെന്ന് തീമോഥെയോസിന് പറയുന്നു. പൗലോസ് പറയാണ്, അതേസമയം നിങ്ങൾ മരിച്ചാൽ അവനോട് കൂടെ അതേസമയം ജീവിക്കും. മരിച്ചാൽ അവനോട് കൂടെ ജീവിക്കും. സഹിക്കുന്നുവെങ്കിൽ അവനോട് കൂടെ വാഴും. സഹിക്കുന്ന എന്ത്? കഷ്ടം സഹിക്കുവാൻ, ഇല്ലായ്മ സഹിക്കുവാൻ, അതേസമയം നിന്ന സഹിക്കുവാൻ. അവർ എന്നെ നിന്ദിച്ചുവെങ്കിൽ നിങ്ങളെ നിന്ദിക്കുന്ന യേശു വ്യക്തമായി പറഞ്ഞു. അവർ എന്നെ പരിഹസിച്ചെങ്കിൽ നിങ്ങളെയും പരിഹസിക്കും. അവർ എന്നെ കൊന്നുവെങ്കിൽ നിങ്ങളെയും കൊല്ലും. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇവിടെ നമുക്ക് വായിക്കുന്ന 30-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന അവർ യുദ്ധം കഴിഞ്ഞ് അത് തിരിച്ച് കെയിലയിൽ വന്നപ്പോൾ അവിടെ കാണുന്നത് അനുഭവം അവരെ മക്കളെയും ഭാര്യമാരെയും എല്ലാം പിടിച്ചുകൊണ്ടുപോയി. അമാലേക്യർ